ബ്രിട്ടനിൽ ഏറ്റവും വിലക്കുറവിൽ വീടുകൾ ലഭിക്കുന്നത് പടിഞ്ഞാറൻ സ്കോട്ടിഷ് പ്രദേശത്താണെന്ന് സൂപ്ലയുടെ പഠനം. ഇവിടെ ഒരു ശരാശരി വീടിന് 1,06,100 പൗണ്ട് മാത്രമാണ്. അതായത് പ്രതിവർഷം 20,040 പൗണ്ട് വരുമാനമുള്ളവർക്ക് പോലും ഇവിടെ ഒരു വീട് വാങ്ങാൻ കഴിയും. വരുമാനത്തിന്റെ 4.5 മടങ്ങ് വായ്പ എടുക്കാമെന്ന പൊതുതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൂട്ടൽ. സാധാരണയായി ബാങ്കുകളും ബിൽഡിംഗ് സൊസൈറ്റികളും വായ്പ നൽകുന്നതും ഈ കണക്കുകൂട്ടലിലാണ്. വീടുകൾക്ക് ഏറ്റവും വില കുറഞ്ഞ 10 സ്ഥലങ്ങളുടെ ലിസ്റ്റ് സൂപ്ല പ്രസിദ്ധീകരിച്ചതിൽ ശരാശരി വീടുകളുടെ വില 1,23,000 പൗണ്ടുള്ള ബ്ലാക്ക് പൂളും ഉൾപ്പെടുന്നു. പ്രതിവർഷം 23,340 പൗണ്ട് വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഈ കടൽത്തീര പട്ടണങ്ങളിൽ ഈ വിലയ്ക്ക് ഒരു വീട് സ്വന്തമാക്കാൻ കഴിയുമെന്നർത്ഥം. ഇതേ ലിസ്റ്റിലുള്ള ബേൺലിയിൽ ശരാശരി വീട് വില 1,20,100 പൗണ്ടാണ്. പ്രതിവർഷം 22,680 പൗണ്ട് വരുമാനമുള്ളവർക്ക് താങ്ങാനാകുന്ന വിലയാണിത്. എന്നാൽ വായ്പ ലഭിക്കുന്നതിന് വരുമാനം കൂടാതെ മറ്റ് നിബന്ധനകളുമുണ്ട്. അതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് വായ്പയ്ക്കായി അപേക്ഷിക്കുന്നതിന് മുൻപേ ഉറപ്പാക്കണം. വീടിന്റെ മൊത്തം വിലയുടെ 15% ഡെപ്പോസിറ്റ് എന്ന അനുമാനത്തിലാണ് പ്രതിവർഷ വരുമാനത്തിന്റെ 4.5% വായ്പയായി എടുക്കാമെന്ന് സൂപ്ല കണക്കുകൂട്ടുന്നത്. എന്നാൽ ചില വായ്പാദാതാക്കൾ മറ്റു ചില മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടാൽ ആദ്യമായി വായ്പ എടുക്കുന്നവർക്ക് വാർഷിക വരുമാനത്തിന് 4.5%-ലധികം വായ്പ നൽകാറുമുണ്ട്. വില കുറഞ്ഞ വീടുകളുടെ കാര്യത്തിൽ സ്കോട്ട്ലാൻഡാണ് മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും വിലക്കുറവിൽ വീടുകൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളുടെ പട്ടികയിലെ ആദ്യ 3 സ്ഥാനങ്ങളും സ്കോട്ട്ലാൻഡിലെ പ്രദേശങ്ങൾക്കാണ്. 3-ാം സ്ഥാനത്തുള്ള പടിഞ്ഞാറൻ ഡൺബാർട്ടൺഷെയറിലെ വീടുകളുടെ ശരാശരി വില 1,10,000 പൗണ്ടാണ്. സ്കോട്ട്ലാൻഡിലാണ് ഏറ്റവും അധികം വിലക്കുറവിൽ വീടുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളുള്ളതെങ്കിലും ഇംഗ്ലണ്ടിലും ചില സ്ഥലങ്ങളിൽ വീടുകൾക്ക് അതിയായ വിലക്കുറവുണ്ട്. അതിലൊന്നാണ് ഹാർട്ടിൽപൂൾ. പട്ടികയിൽ 4-ാം സ്ഥാനത്തുള്ള ഇവിടെ ശരാശരി വീടുവില 1,14,100 പൗണ്ടാണ്. വീടുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഇംഗ്ലണ്ടിലെ മറ്റിടങ്ങൾ മിഡിൽസ്ബറോ, കിങ്സ്റ്റൺ അപ്പോൺ ഹൾ, വടക്കൻ എയർഷെയർ, സുണ്ടർലാൻഡ് എന്നിവയാണ്. ആദ്യ ദിനം മുതൽ തന്നെ ജോലിക്കാർക്ക് സിക്ക് പേ ലഭിക്കാൻ ജോലിക്കാർക്ക് അവകാശം നൽകുന്ന പുതിയ നിയമങ്ങൾ പാസാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കുന്ന പുതിയ മാറ്റങ്ങളിലൂടെ 7 മില്യണിലേറെ ജനങ്ങൾക്ക് ഈ അവകാശം നൽകാമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലോകത്തിന്റെ 4-ാം ദിനം മുതലാണ് സിക്ക് പേ നേടാൻ അനുമതിയുള്ളത്. ഇത് തിരുത്തിയുള്ള എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ അവതരിപ്പിക്കാനാണ് ലേബർ നീക്കം. ഒരു തലമുറ കണ്ട ഏറ്റവും വലിയ നീക്കമെന്നാണ് ലേബർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിനു പുറമെ പ്രൊബേഷൻ പീരീഡും കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ പ്രൊബേഷൻ കാലാവധി 2 വർഷം വരെ നീളുന്നതാണ്. ഇത് 6 മാസമായി കുറയ്ക്കാനാണ് നടപടി വരിക. കൂടാതെ ജോലിയിൽ ആദ്യ ദിവസം തന്നെ മാന്യമല്ലാത്ത രീതിയിൽ പുറത്താക്കുന്നതിൽ നിന്നും സംരക്ഷണം നൽകും. സ്ത്രീകൾക്ക് മെറ്റേണിറ്റി പേ 6 മാസത്തിന് പകരം ആദ്യ ദിനം മുതൽ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്ന മാറ്റവും ഇതോടൊപ്പം വരുന്നുണ്ട്. പുതിയ അമ്മമാരെ അനാവശ്യമായി പുറത്താക്കുന്നതിൽ നിന്നും സംരക്ഷണം ഉറപ്പു നൽകുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും വാട്ടർ കമ്പനികൾ അടുത്ത വർഷം ഉപഭോക്താക്കളുടെ ബില്ലുകൾ കുറയ്ക്കുമെന്നറിയിച്ചു. മലിനജല ചോർച്ച അടക്കമുള്ള സുപ്രധാന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന വിഷയത്തിൽ പല കമ്പനികളും പിന്നിലാണെന്ന് വാട്ടർ റെഗുലേറ്റർ ഓഫ് വാട്ട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഓഫ് വാട്ടിന്റെ കണക്കനുസരിച്ച് ജലകമ്പനികൾ 2020 മുതൽ 2024 വരെ മലിനജല ചോർച്ച 2% കുറച്ചു. 2025ഓടെ 30% കുറയ്ക്കണമെന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പോഴും കമ്പനികൾ ലക്ഷ്യത്തെക്കാൾ വളരെ പിന്നിലാണ്. അതുപോലെ ലക്ഷ്യം 16% ചോർച്ച കുറയ്ക്കണമെന്നായിരുന്നപ്പോൾ അവർക്ക് 6% മാത്രമാണ് കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. വാട്ടർ കമ്പനികൾ മെച്ചപ്പെടുത്താൻ പണം മാത്രമല്ല വേണ്ടതെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഓഫ് വാട്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡേവിഡ് ബ്ലാക്ക് പറഞ്ഞു. കമ്പനിയുടെ മോശം പ്രകടനത്തിന്റെ കാലാവസ്ഥ പോലുള്ള ബാഹ്യ ഘടകങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കമ്പനികൾ പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 2020 മുതൽ വാട്ടർ കമ്പനികൾക്കുള്ള പെർഫോമൻസ് പെനാൽറ്റികൾ മൊത്തം 430 മില്യണിലധികമാണ്. അതേസമയം ജലകമ്പനികളെ കൂടുതൽ കർശനമായി നിയന്ത്രിക്കാൻ സർക്കാർ പ്രത്യേക നടപടികൾ കൊണ്ടുവരികയാണെന്ന് പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ് പറഞ്ഞു. ചില കമ്പനികൾ മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ഡേവിഡ് ബ്ലാക്ക് പറഞ്ഞു. മറ്റ് കമ്പനികളോടും ഇതേ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്.